നമസ്കാരം. ഇന്ന് ഗുരുവായൂർ ഉത്സവം 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയുടെ കലാഭാലങ്കാരം എന്തായിരിക്കും നമുക്കൊന്ന് പ്രവചിച്ച് നോക്കാട്ടോ. അതിന് മുന്നോടിയായിട്ട് ഇന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകളെ കുറിച്ചൊന്ന് പറയാം. ഇന്ന് സാധാരണ പോലെ തന്നെ ശീവേലി, ഇപ്പോൾ രാവിലത്തെ ശീവേലിയും ഉച്ച ശീവേലിയും രാത്രിയത്തെ വിളക്കെഴുന്നള്ളിപ്പും ഒക്കെ വളരെ കേമായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചാക്യാർകൂത്തുണ്ട്, പിന്നെ വൈകിട്ട് പാഠകമുണ്ട്. ചടങ്ങുകളൊക്കെ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ രാവിലെയും വൈകിട്ടും ഭഗവാനെ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കും. രാവിലെ വളരെ കുറച്ച് സമയമുള്ളൂ, രാത്രിയാണ് കൂടുതൽ സമയം. ഏകദേശം 3 മണിക്കൂറൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഏകദേശം 8 മുതൽ 12:30 വരെയാണ് ഉണ്ടായിരിക്കുക. അതേ വടക്കേ ഭാഗത്താണ് ഇന്നലെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ തവണയും അവിടെ തന്നെയാണ് എഴുന്നള്ളിച്ച് വെക്കുക. നിറയെ ഭക്തജനങ്ങളാണ് ഭഗവാനെ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവാനാണെങ്കിലോ എല്ലാവിധ അലങ്കാരത്തോടും കൂടിയിട്ട് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടും പിന്നെ പട്ടുടയാടിയും വീരാളിപ്പട്ടൊക്കെ വിരിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ മാലകളൊക്കെ ചാർത്തിയിട്ട് ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ട് തായമ്പകയുടെ ആ ഒരു മേളം ആസ്വദിച്ചുകൊണ്ടാണ് തൻ്റെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ദർശനം നൽകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നിറയെ ഭക്തരും വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നും അതേപോലെ തന്നെ നല്ലൊരു ഭക്തജനത്തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത് കാണാനായിട്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ഒരു സന്തോഷമാണ് ഭഗവാന്റെ അനുഗ്രഹം തൊട്ടടുത്ത് നിന്നിട്ട് അത് ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിനകത്തുള്ള ചടങ്ങുകൾ. പിന്നെ എല്ലാം പുറത്താണ് കേട്ടോ. ഒരു മിനിറ്റ് പോലും ഈ ആ ഒരു ഇട കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരാതെ എല്ലാ സ്റ്റേജുകളിലും ഓരോരോ പരിപാടികളാണ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത്. അത് ഭജൻസ് ഉണ്ട്, അഷ്ടപതി ഉണ്ട്, സംഗീത കച്ചേരികളുണ്ട്, നൃത്താവിഷ്കാരങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് സപ്തമാതൃക്കളുടെ നൃത്താവിഷ്കാരം ഉണ്ട് കേട്ടോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. അതേപോലെ തന്നെ രാത്രി തോൽപ്പാവക്കൂത്തുണ്ട്. പിന്നെ അതുകൂടാതെ താൽക്കാലികമായിട്ടുള്ള സ്റ്റേജുകളുണ്ട്. വൈഷ്ണവ സ്റ്റേജ്, നന്ദനം, വൃന്ദാവനം സ്റ്റേജുകളിലൊക്കെ ഓരോരോ കലാപരിപാടികളാണ് നടക്കുന്നത്. തിരുവാതിര കളിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതാ പറഞ്ഞത്, ഒരു മിനിറ്റ് പോലും ഇടവിടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ പരിപാടികൾ കണ്ണിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് എല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അലങ്കാരത്തിലേക്ക് കിടക്കാം. ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഒരു സ്പെഷ്യൽ അലങ്കാരമായിരുന്നു. ഭഗവാനെ ഈ ബലൂണുകൾ പിടിച്ചിട്ടാണ് ഓടി വരുന്നുണ്ടായിരുന്നത്. 3 ബലൂൺ പിടിച്ചിട്ട്. അതൊരു സ്പെഷ്യൽ അലങ്കാരം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആർക്കും പറയാനായിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ. താമരപ്പൂ പിടിച്ചിട്ട് ഓടി വരുന്ന ഉണ്ണിക്കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ താമരപ്പൂവിന് പകരം ബലൂണായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷെ സങ്കടപ്പെടണ്ട, ആർക്കും പറയാനായിട്ട് സാധിക്കാത്തതിൽ നമുക്ക് ഇന്നത്തെ ഒന്ന് പ്രവചിച്ച് നോക്കാം കേട്ടോ. ഇന്ന് എല്ലാവരും ശരിയായി തന്നെ ഒന്ന് പ്രവചിച്ചോളൂ. ഇന്ന് മാർച്ച് 2-ാം തീയതിയാണ്. അപ്പം ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും ഭഗവാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവരും ഒന്ന് ഈ വീഡിയോയ്ക്ക് ചൂടിയായിട്ട് കമൻറ്റ് ചെയ്തോളൂ.